ഒരൊറ്റ പച്ചമാങ്ങ വെച്ചിട്ട് വായിൽ വെള്ളമൂറും രുചിയിൽ നല്ലൊരു നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു കുറുകിയ ചാറാണ്. അപ്പോൾ പച്ചമാങ്ങയുടെയൊക്കെ സീസണാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മുറ്റത്തുണ്ട് ഒരു കുഞ്ഞു മൂച്ചി കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ട്. ചൂട് കാരണം അങ്ങനെ വാടി ചാടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിതാ ഒരൊറ്റ മാങ്ങ എടുക്കുന്നുണ്ട്. എടുത്ത സമയത്ത് ഒന്നുകൂടി ചാടി. അപ്പോൾ ഇന്ന് നമ്മൾ 2 റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ നല്ലൊരു അടിപൊളി അങ്കമാലിയിലൊക്കെ കല്യാണ തലേ ദിവസം വിളമ്പുന്ന നല്ലൊരു മാങ്ങാക്കറിയും ഒപ്പം നല്ലൊരു നാടൻ മാങ്ങാ തോരനുമാണ് കേട്ടോ. രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ്. തോരൻ്റെയൊക്കെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ. പഴയ കാലം തൊട്ടേ നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ വീട്ടിൽ എപ്പോഴും ചെയ്തിരുന്ന ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒരൊറ്റ മാങ്ങ വെച്ചിട്ട് ഈ റെസിപ്പി കൂടി ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അങ്കമാലിയിലെ കല്യാണ സ്പെഷ്യൽ മാങ്ങാക്കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പച്ച മാങ്ങ നോക്കിയിട്ട് തന്നെ എടുക്കാം. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നീളത്തിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കല്യാണത്തിനൊക്കെ ഈ കറി വിളമ്പുന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി നമുക്ക് ഊഹിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം രുചിയുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു കറി പ്രിയപ്പെട്ടതായതെന്നല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഒരൊറ്റ തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എനിക്കാണെങ്കിൽ നല്ല പനിയാണ് കേട്ടോ. ഈ ഒരു പനി സമയത്ത് എന്ത് വായിൽ വെച്ചിട്ടും ഭയങ്കര കയ്പും ഒരു രുചിയില്ലാത്ത പോലെ. പക്ഷേ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോറൊക്കെ വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ മാങ്ങയ്ക്ക നീളത്തിൽ ചെത്തി ഒരു നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തോളാം കേട്ടോ. വിനാഗിരി ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടണ്ടേ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അങ്ങനെ. ഞാനിതവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചട്ടിയിലോട്ട് ഒരു വലിയുള്ളി നീളത്തിൽ കനം കുറച്ചെരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 4 പച്ചമുളക് നടുകയൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർക്കുകയാണ്. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. പിന്നെ 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒത്തിരി ഒന്നും വേണ്ട, ഒരിച്ചിരി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക. അയ്യോ കൈ അയലിൽ പോവും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മിക്സാക്കി ഈ ഒരു ഉള്ളിയൊക്കെ അങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതാണ് ഈ ഒരു മാങ്ങാക്കറിയുടെ സ്പെഷ്യൽ രുചി കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പച്ചമാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. മാങ്ങ പഴുക്കാറായി തുടങ്ങിയില്ലേ. പഴുത്തിങ്ങനെ ചാടാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങ പഴുക്കണതിന് മുന്നേ ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 മിനിറ്റ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ ആ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും വിനാഗിരിയും ചേർത്തെടുത്ത മാങ്ങയാണ്. മാങ്ങ ഇതിൽ നല്ല രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റും കൂടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യണം, ഒരു കുഞ്ഞ് തേങ്ങയാണ് കേട്ടോ. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയാണ്, അതിൻ്റെ പകുതി മതി. ഇത് കുഞ്ഞ് തേങ്ങ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു മുറി എടുത്തിട്ട് അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-ാം പാൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ 2-ാം പാൽ ഒഴിച്ചിട്ട് ഈ ഒരു മാങ്ങയിലോട്ട് ഒഴിച്ച് കൊടുത്ത് മാങ്ങ നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേവുമ്പോഴാണ് ഇത് നമുക്ക് അങ്കമാലിയിലുള്ള ആ ഒരു മാങ്ങാക്കറീൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി മടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാലൊന്നും എടുക്കാതിരിക്കല്ല കേട്ടോ. ഇച്ചിരി തേങ്ങാപ്പാലല്ലേ, അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ ഞാനിതാ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വെന്ത് വരട്ടെ കേട്ടോ മാങ്ങ. പിന്നെ മാങ്ങ വലിയൊരു വേവും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലേ. സംഭവം ഞാൻ പറഞ്ഞല്ലോ, പനി കാരണം ഒന്ന് കഴിച്ചാലും കയ്പ്പ് രസമാണ് കേട്ടോ. കുറച്ച് നാരങ്ങാച്ചാറൊക്കെ കുറേ വാരിക്കോരി കഴിച്ചെങ്കിൽ കൂടി ഒരു
രക്ഷയില്ല. പക്ഷേ നമ്മുടെ അങ്കമാലിയിലെ ഈ ഒരു മാങ്ങാക്കറി കിട്ടിയപ്പോഴേക്കും എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയ്ക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞതിന് ശേഷം എന്ന് കരുതിയിട്ട് കുത്തിയൊന്നും ഒരുപാടങ്ങ് ഉടക്കണ്ട, ചെറിയ രീതിയിൽ ഇങ്ങനെ ഉടഞ്ഞു വരുമല്ലോ. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ഒന്നാമത്തെ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇനി നമ്മൾ ഒരൊറ്റ തിളങ്ങ് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയി വരുമ്പോഴോ എന്താ ഇപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. പ്രത്യേകിച്ച് നമ്മളെ ഉമ്മാരൊക്കെ ടെൻഷനാണ്. രാവിലെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചിലപ്പോൾ മീനോ മുട്ടയോ ഒന്നും ഉണ്ടാവില്ലല്ലേ. ആ ഒരു സമയത്ത് ഒരൊറ്റ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കണേ. ഇനിയിപ്പോൾ ആ ഒരു സമയത്തിനായിട്ട് കാത്തു നിൽക്കണ്ട കേട്ടോ. നാളെ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം, ഒരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. നമുക്കിതിലോട്ട് നല്ലൊരു അടിപൊളി വറവും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക്, അതുപോലെ തന്നെ ഒരു 7 ചെറിയുള്ളി നിങ്ങൾ ഒന്ന് കനം കുറച്ചരിഞ്ഞതും, വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇല, ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും കടുകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ്, ഇനി ചിലർക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇതുപോലെ തന്നെ ചെയ്തോളൂ, നല്ല രുചിയാണ്. ഇനി നമുക്ക് 2-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് സൂപ്പറായിട്ടുള്ള നല്ല നാടൻ തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയ 2 മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തോരൻ വെക്കുന്ന സമയത്ത് മാങ്ങയുടെ പുറത്തെ ഈ ഒരു തോലി കളയാറില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കളഞ്ഞെടുത്തു എന്നുള്ളൂ. ഇനിയിപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ കളയാതെ തന്നെ വെച്ചോളൂ. തോരൻ ഉണ്ടാക്കുമ്പോൾ മാങ്ങയുടെ തൊലി പൊതുവേ കളയാറില്ല. അപ്പോൾ അതാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ ഞാനൊരു വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തു. ഇതുപോലെ കേട്ടോ, ഒരുപാട് അങ്ങ് ചമ്മന്തി അരക്കുന്ന പോലെ അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും, തോരൻ്റെ പരിപാടി പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മിക്സിയിലോട്ട് തന്നെ ഞാനിതാ ഒരു 5 വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം 1/2 മുറി തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു നുള്ള് മഞ്ഞൾ, ഇവയെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് നമ്മുടെ തേങ്ങയൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. നല്ല രീതിയിൽ തേങ്ങ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പോവാം. മാങ്ങ വെച്ചിട്ട് ആരെങ്കിലും തോരനൊക്കെ റെഡിയാക്കിയോ? ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചപ്പാത്തിയുടെയൊക്കെ കൂടെ സൂപ്പർ കോമ്പാണ്. അപ്പോൾ നിങ്ങൾ പറയും അയ്യോ അത് പുളിയല്ലേ. പുളി കുറക്കാനായിട്ട് ഒരു ചെറിയ ടിപ്പുണ്ട്, അതും കൂടി കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിതാ കുഞ്ഞു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ കടുക് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് 1-2 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും ചേർക്കാം. എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ഒരു വലിയുള്ളിയാണ് ചേർക്കുന്നത്. വലിയുള്ളി ചേർക്കുന്നതോടുകൂടി നമ്മൾ മാങ്ങയുടെ പുളി ഉണ്ടല്ലോ, നല്ല പുളിയൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. തോരനല്ല മാങ്ങ കൊണ്ടുള്ള, അപ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ ആവശ്യമാണ്. ആ നല്ല പുളിയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിയായിട്ട് മാറും. വലിയുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒപ്പം തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളിൻ്റെ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, അതൊന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ ആ പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചമാങ്ങ ചേർക്കാം. പച്ചമാങ്ങ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ മിക്സും കൂടി ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു സമയം വരേക്കും നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു നാടൻ തോരൻ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അങ്കമാലിയിലെ മാങ്ങക്കറിയും നല്ല രുചിയുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ ഒരൊറ്റ പ്ലേറ്റ് ചോറിലൊന്നും നമ്മൾ നിൽക്കില്ല കേട്ടോ, വീണ്ടും ചോറ് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 2 നാടൻ രുചിക്കൂട്ടികളും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് നമ്മുടെ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെ, വീട്ടിലെ ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള തോരനും കറിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണേ. അപ്പോൾ തോരൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ
അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആ മസാലയും കാര്യങ്ങളും ഉപ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സായി കിട്ടിക്കോളും. ഒപ്പം മാങ്ങയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ജസ്റ്റ് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ നാടൻ കറികളും തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ മൺചട്ടി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടുന്നത്. അപ്പോൾ അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ലാസ്റ്റായിട്ട് നമുക്കൊരു ചിന്ന പരിപാടി ഉണ്ട്. വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നല്ല പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യല്ലേ. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തന്നെ തോരനൊന്ന് റെഡിയാക്കണേ. നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയും ഒപ്പം തന്നെ നമ്മുടെ നാടൻ മാങ്ങാത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങാത്തോരൻ എന്ന് പറയുമ്പോൾ പുളി വായിലോട്ട് വരും അല്ലേ. ഒത്തിരി അങ്ങോട്ട് പുളിയൊന്നും ഇല്ല കേട്ടോ, നമ്മൾ വലിയുള്ളി ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ അതാ നമ്മളെ കൊഴുപ്പ് നല്ല കൊഴുത്ത കറിയാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്തിട്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. ഇച്ചിരി ചോറങ്ങോട്ട് എടുത്തിട്ട് കറിയും തോരനൊക്കെ ഒഴിച്ചിട്ട് കൂട്ടിയിട്ട് ഒരൊറ്റ പിടി കേട്ടോ. ഇവരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട മക്കളെ. അത്ര രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളും പച്ചമാങ്ങയും വെച്ചിട്ട് നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മാഷാഅല്ലാഹ് ഒരുപാട് പേര് കണ്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞ കറിയായിരുന്നു കേട്ടോ. അത് വേറെ രീതിയിലാണ് റെഡിയാക്കിയത്. അതും നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. നമ്മളെ അങ്കമാലിയിലെ ഈ ഒരു മാങ്ങാക്കറിയും അത്യുഗ്രനാണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ വലിയൊരു പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒരുപാട് മെനക്കെട്ട് വാട്ടുക അങ്ങനെയുള്ള പരിപാടി സിമ്പിളാണ്, നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തോരൻ നമുക്ക് ദോശ ചപ്പാത്തിയുടെയൊക്കെ കൂടെ സൂപ്പർ കോംബോ ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ചോറ് തിന്നാനുള്ള സമയമൊന്നും ഇവിടെ ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചെങ്കിലും നമ്മുടെ ഈ ഒരു കറിയുടെയും തോരൻ്റെയൊക്കെ സ്വാദ് കൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇറച്ചി കിട്ടിയില്ല, മീനില്ല, മുട്ടയില്ല, പപ്പടമില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മമാരൊന്നും ടെൻഷൻ ആവേണ്ട. ഒരൊറ്റ പച്ചമാങ്ങ മാത്രം മതി വയറ് നിറച്ച് ചോറ് കഴിക്കാൻ. ഒരു പറ ചോറ് തിന്നണമെന്നൊക്കെ പറയില്ലേ, പറച്ചിൽ അങ്ങനെ പറഞ്ഞാലും ഇല്ലേ, ഒരു പറയുന്നത് നമുക്ക് തിന്നാൻ കഴിയില്ല. എങ്കിലും 1.5 പ്ലേറ്റ് 2 പ്ലേറ്റ് വരെ എന്തായാലും തട്ടു കേട്ടോ. അത്ര രുചിയുണ്ട് സംഭവം. ഇവിടെ ഇപ്പോൾ അതൊരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇതുപോലൊരു കറി എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഉണ്ടാവില്ലേ, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നതും എല്ലാവരുടെ ഇടയിലേക്കൊക്കെ എത്തിക്കിട്ടുന്നതും. അപ്പോൾ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചെറിയൊരു മഴയുടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇരുടൊക്കെ ആയിട്ട് മാങ്ങയൊക്കെ ആടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പോണതിന് മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.